എങ്ങനെയാണ് അൽഫോൺസി വോയിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ശരിക്ക് എൻ്റെ കർണാട്ടിക് പഠനം തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ്. കാരണം വെച്ചാൽ മങ്ങാട് കെ നടേശ് എന്ന് പറഞ്ഞ തൃശ്ശൂർ സാറിൻ്റെ അടുത്താണ് ഞാൻ കുഞ്ഞിലും മുതൽ പഠിക്കാൻ തുടങ്ങിയത്. മാഷിൻ്റെ ഒരു ഇപ്പം ലൈക്ക് വോയിസ് പ്രൊഡക്ഷൻ വേറൊരു രീതിയിലും അനുകരിക്കാൻ മാഷ് സമ്മതിക്കില്ല. എൻ്റെ ഒരു തനതായ ഇതിൽ തന്നെ പാടാനായിട്ടുള്ളൊരു പരിശീലനം തന്നു. പിന്നെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ 3-4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വെസ്റ്റേണിലേക്ക് വന്നപ്പോൾ, വെസ്റ്റേണിലേക്ക് വരാനുള്ളൊരു കാരണം എൻ്റെ സ്വരം കുറച്ചൊരു ഹൈ പിച്ച് ഫീമെയിലിഷ് ആയതുകൊണ്ട് എനിക്കൊരു പക്ഷേ പാട്ടുകാരനാവാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു വലിയേട്ടനാണ് പറഞ്ഞത്, നീ ഇംഗ്ലീഷ് പാട്ട് പാടി നോക്ക്, അത് നിനക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ സെറ്റാവും. അങ്ങനെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പാട്ട് എപ്പോഴും ഞാൻ മലയാളത്തിൽ എഴുതി വെക്കുക, ഇംഗ്ലീഷ് പാട്ടടക്കം മലയാളത്തിൽ എഴുതിയിട്ടാണ്. അപ്പോൾ കേട്ട് നോക്കും. കേൾക്കുമ്പോഴത്തേക്ക് അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സൗണ്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെതായ ചില അടയാളങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും. വെസ്റ്റേൺ പഠിച്ചപ്പോൾ കുറച്ച് വോയിസ് മോഡുലേഷൻസ്, അതുപോലെ ബ്രീതിങ് ടെക്നിക്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പഠിച്ചു. പിന്നെ ഒരു ടെക്നിക്ക് ഞാൻ ഇപ്പോഴും പാടാൻ വേണ്ടി പോകുമ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പാടുന്ന സമയത്ത് ചിലപ്പോൾ മുകളിലാവാം, ചിലപ്പോൾ ലോ റേഞ്ചിലാവാം, ഒരു അടവ് വരും ചില സംഗതിയൊക്കെ പാടുന്ന സമയത്ത്. ഇപ്പോൾ ലൈക്ക് അങ്ങനെ ഒരു പോയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു അടവ് പോലെ തോന്നിയ ഒരു നമ്മളിപ്പോൾ സാധാരണ പണ്ട് വണ്ടി ഓടിച്ച് കളിക്കുന്ന പോലത്തെ ഒരു ഇതാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ ശരിക്കും ആക്ച്വലി സംഭവിക്കുന്ന നമ്മളുടെ ഈ മസിലിനെ നമ്മളൊന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരെ നമ്മളൊന്ന് പിടിച്ച് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് ഏതാണ് നമുക്ക് പാടേണ്ടത്, ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അതിങ്ങനെ ഓപ്പൺ ആവുന്നതായിട്ടുള്ള ഒരു, ഇപ്പം എസ്പെഷ്യലി റെക്കോർഡിങ് സ്റ്റേജിലൊക്കെ ലൈവ് കയറാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് ചെയ്യും. പിന്നെ ഒരു ലോവസ്റ്റ് റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് പോയി തിരിച്ചു വരും. അപ്പം ലൈക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് കാണിച്ച ആൾക്കാർ നമ്മളെ തല്ലും. പക്ഷെ സ്റ്റേജിന്റെ പുറകിൽ നിന്നിട്ട് ഒന്ന് ചുമ്മാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പിച്ച് റേഞ്ചും എല്ലാ ഫ്രീക്വൻസി റേഞ്ചിലും നമ്മൾ അതിനെ ഒന്ന് ഈ വോക്കൽ കോഡിനെ ഒന്ന് ചൂടാക്കി വിടും. അതെ അതെ, അതൊരു സിമ്പിളാണ്, പക്ഷെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് കണ്ടിട്ടുണ്ട്.